شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان. السلام عليكم ورحمة الله وبركاته. الحمد لله الذي معز من أطاع ومذل من أصى. والصلاة والسلام على نبيه المصطفى وعلى آله وصحبه أجمعين أما بعد. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ, ലോകപ്രസിദ്ധ പണ്ഡിതനായ ഇമാം ഇബ്നു ഹിബ്ബാൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം രചിച്ച സ്വഹീഹ് ലോകപ്രശസ്തമാണ്. സ്വഹീഹ് ഇബ്നു ഹിബ്ബാൻ എന്ന പേരിലാണ് ഹദീസ് ഗ്രന്ഥം നിലകൊള്ളുന്നത്. ഇബ്നു ഹിബ്ബാനെ സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റെ സ്വഹീഹിനെ സംബന്ധിച്ചുമാണ് നമ്മുടെ ഇന്നത്തെ സംസാരം. അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ നിന്ന് സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസുകളും വിശദീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ രാവിലൂടെ കടന്നു പോകുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആരാണ് ഇബ്നു ഹിബ്ബാൻ? എന്താണ് ഇബ്നു ഹിബ്ബാൻ്റെ സ്വഹീഹിൻ്റെ പ്രത്യേകത? ഇബ്നു ഹിബ്ബാൻ റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ദഹബി അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞാൽ ഇമാം അൽ ഹാഫിൾ അബു ഹാത്തിം മുഹമ്മദ് ബിൻ ഹിബ്ബാൻ ഇബ്നു അഹ്മദ് ബിൻ ഹിബ്ബാൻ അത്തമീമി അൽ ബുസ്തി റഹ്മത്തുള്ളാഹി അലൈഹി. ബുസ്ത് എന്ന് പറയുന്നത് ഇന്നത്തെ അഫ്ഗാനിസ്ഥാനിലെ ഒരു നാടിൻ്റെ പേരാണ്. ഇന്നും അതേ പേരിൽ ആ നാട് സ്ഥിതി ചെയ്യുന്നു. അതുകൊണ്ടാണ് അൽ ബുസ്തി എന്ന പേരിൽ ആ നാട്ടിലേക്ക് ചേർക്കപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് അബു ഹാത്തിം മുഹമ്മദ് ഇബ്നു ഹിബ്ബാൻ എന്നാണ്. എന്നാൽ ഇബ്നു ഹിബ്ബാൻ എന്ന പേരിൽ അദ്ദേഹം പ്രസിദ്ധനായി സ്വഹീഹ് ഇബ്നു ഹിബ്ബാൻ എന്ന അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെ. ഇബ്നു ഹിബ്ബാൻ റഹ്മത്തുള്ളാഹി അലൈഹി ഹിജറ മൂന്നാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും അതുപോലെ തന്നെ അതിൻ്റെ 4-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിലുമായാണ് ജീവിച്ചിരുന്നതായി ഭൂരിഭാഗം മുഹദ്ദിസുകളും അദ്ദേഹത്തെ സംബന്ധിച്ച് പറഞ്ഞു പോകുന്നത്. അന്നത്തെ കാലഘട്ടത്തിലെ ഹദീസ് വിജ്ഞാനീയത്തിലെ അധികായനായിരുന്നു മഹാനായി ഇബ്നു ഹിബ്ബാൻ റഹ്മത്തുള്ളാഹി അലൈഹി. മഹാപണ്ഡിതനായിരുന്നു. അദ്ദേഹം ജനിച്ചത് ബുസ്തിലാണ്. പക്ഷേ അദ്ദേഹം വളർന്നതും അദ്ദേഹം ഹദീസുകൾ ശേഖരിച്ച് പല നാടുകളിലേക്കും യാത്ര പോയതുമൊക്കെ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഹിജറ 270 അദ്ദേഹം ജനിച്ചു. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്ന് തന്നെ പ്രാഥമികമായ വിദ്യാഭ്യാസം നേടി. ഒരുപാട് പണ്ഡിതന്മാരിൽ നിന്ന് അദ്ദേഹം ഹദീസുകൾ ശേഖരിച്ചു. അന്നത്തെ ഇസ്ലാമിക ലോകത്തെ പ്രമുഖ കേന്ദ്രങ്ങളാണ് നമ്മളിതുവരെ പറഞ്ഞു പോകുന്ന ഹദീസ് പണ്ഡിതന്മാരൊക്കെ യാത്ര ചെയ്ത ഷാമും ഈജിപ്തും ഇറാഖും അതുപോലെ തന്നെ ഖുറാസാനും അറേബ്യൻ ഉപദ്വീപും അഥവാ മക്കയും മദീനയും ഒക്കെ അടങ്ങുന്ന സ്ഥലങ്ങളൊക്കെ അന്നത്തെ കാലഘട്ടത്തിലെ ഹദീസ് കേന്ദ്രങ്ങളാണ്. അവിടേക്കൊക്കെ അദ്ദേഹവും എന്ത് ചെയ്തു? ദീർഘയാത്രകൾ നടത്തിയിട്ടുണ്ട്. ഭാഷാപരമായി ഇപ്പോൾ ഫിഖ്ഹുൽ ലുഗയിൽ, ലിംഗ്വിസ്റ്റിക്കിൽ നല്ല അറിവുള്ള ആളാണ് ഇബ്നു ഹിബ്ബാൻ റഹ്മത്തുള്ളാഹി അലൈഹി. തിബ്ബിൽ അഥവാ വൈദ്യശാസ്ത്രം, മെഡിസിൻ, അതിലൊക്കെ നന്നായിട്ട് വിവരമുള്ള ആളായിരുന്നു ഇബ്നു ഹിബ്ബാൻ റളിയല്ലാഹു അൻഹു. അതിലേറെ കർമ്മശാസ്ത്രത്തിൽ, ഫിഖ്ഹിൽ അദ്ദേഹം നല്ല വിവരമുള്ള പണ്ഡിതനായിരുന്നു. വലിയൊരു തത്വജ്ഞാനിയായിരുന്നു, തത്വചിന്തകനായിരുന്നു, ജ്യോതിശാസ്ത്രത്തെ സംബന്ധിച്ച് വിവരമുള്ള ആളായിരുന്നു. എന്നെല്ലാം ഇത്രമാത്രം മേഖലകളിൽ നിറഞ്ഞു നിന്ന മഹാപണ്ഡിതനായിട്ടാണ് ഇബ്നു ഹിബ്ബാൻ എന്ന ഒരു മുഹദ്ദിസിനെ നമ്മൾ പരിചയപ്പെടുന്നത്. ഏതെല്ലാം മേഖലയിൽ? ഹദീസിൻ്റെ മേഖലയിൽ മാത്രമല്ല, ഈ പറഞ്ഞ മേഖലയിൽ മുഴുവൻ അദ്ദേഹം ഗ്രന്ഥങ്ങളുണ്ട്. അദ്ദേഹം പ്രസിദ്ധനാണ് എന്നർത്ഥം. ഇദ്ദേഹം 2000-ത്തിലധികം പണ്ഡിതന്മാരിൽ നിന്ന് അറിവ് നുകർന്നിട്ടുണ്ട് എന്നാണ് ചരിത്രകാരന്മാർ പറഞ്ഞത്. 2000-ലേറെ ഉസ്താദുമാർ. അതിൽ പ്രസിദ്ധനാണ് അബു അബ്ദുറഹ്മാൻ അൻ നസായി റഹ്മത്തുള്ളാഹി അലൈഹി. നമ്മൾ സുനനുൻ നസായി പറഞ്ഞല്ലോ, ഇമാം നസായിൻ്റെ ശിഷ്യനാണ് ഇബ്നു ഹിബ്ബാൻ. ഇബ്നു ഖുസൈമ റഹ്മത്തുള്ളാഹി അലൈഹി നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു സ്വഹീഹ് ഇബ്നു ഖുസൈമയെ സംബന്ധിച്ച്. ഇബ്നു ഖുസൈമയുടെ ശിഷ്യനായിട്ട് അറിയപ്പെട്ടവനാണ് ഇബ്നു ഹിബ്ബാൻ. 2 പേർക്കും സ്വഹീഹ് എന്നുള്ള പേരിൽ ഗ്രന്ഥമുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതായിരുന്നു. യഥാർത്ഥത്തിൽ ഇബ്നു ഹിബ്ബാൻ്റെ ഏറ്റവും പ്രധാന ഗുരുവായി, അദ്ദേഹത്തിൻ്റെ ഉസ്താദായി നിലകൊണ്ട ആൾ ഇബ്നു ഖുസൈമ തന്നെയാണ്. ഇബ്നു ഖുസൈമയിൽ നിന്ന് അദ്ദേഹം ഹദീസ് റിവായത്ത് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അബുൽ അബ്ബാസ് അസ്സരിജ്, അതുപോലെ തന്നെ മുഹമ്മദ് ഇബ്നു ഇസ്ഹാഖ് ഇബ്നു ഖുസൈമ റഹിമഹുമുള്ള, ഇവരെല്ലാവരും മഹാനായ ഇബ്നു ഹിബ്ബാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഗുരുനാഥന്മാരാണെങ്കിൽ ഇബ്നു ഹിബ്ബാൻ ഒരുപാട് മഹാപണ്ഡിതന്മാരായ വിദ്യാർത്ഥികളും നിലകൊണ്ടിരുന്നു. നമ്മൾ നാളെ വിശദീകരിക്കുന്ന മുസ്തദ്റക്കിൻ്റെ കർത്താവായ ഗ്രന്ഥകാരനായ ഇമാം ഹാക്കിം റഹ്മത്തുള്ളാഹി അലൈഹി, അബു അബ്ദില്ല അൽ ഹാക്കിം, ഇദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ്, ഇബ്നു ഹിബ്ബാൻ്റെ ശിഷ്യനാണ്. അബു യഅല അൽ ഖലീലി, ഇബ്നു മന്ദ എന്നൊക്കെ തുടങ്ങിയ ലോകപ്രസിദ്ധ മുഹദ്ദിസുകൾ ഇബ്നു ഹിബ്ബാനിൻ്റെ ശിഷ്യന്മാരാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പഠനവും വിജ്ഞാനവും ആളുകൾ നേടിയെടുത്തതിനെ സംബന്ധിച്ചാണ് ഇതുവരെ പറഞ്ഞത്. ഇസ്ലാമിക ലോകത്ത് ഹദീസ് വിജ്ഞാന മേഖലയിൽ വലിയ സ്ഥാനമാണ് മഹാനായ ഇബ്നു ഹിബ്ബാൻ ഉള്ളത്. ചില പണ്ഡിതന്മാർ അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ്,
ഹദീസിലെ അമീറുൽ മുഅ്മിനീൻ എന്ന ചില കീർത്തി കിട്ടിയ ചില പണ്ഡിതന്മാരുണ്ട്, ഇമാം ബുഖാരിയൊക്കെ പോലെ ഉള്ള പണ്ഡിതന്മാർ. അക്കൂട്ടത്തിൽ ഇമാം ഇബ്നു ഹിബ്ബാനെയും അമീറുൽ മുഅ്മിനീൻ എന്ന് പരിചയപ്പെടുത്തിയിട്ട് ആളുകൾ എഴുതിയത് കാണാൻ കഴിയും. ഇബ്നു ഹിബ്ബാനെ സംബന്ധിച്ച് ഒരിക്കൽ ഇമാം ഹാക്കിം, നമ്മൾ നേരത്തെ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ പറഞ്ഞത്, ഇബ്നു ഹിബ്ബാൻ ഹദീസിലും ഭാഷയിലും അഥവാ ലുഗയിലും അതുപോലെ തന്നെ ഫിഖ്ഹിലും വിജ്ഞാനത്തിൻ്റെ ഒരു വലിയ സമുദ്രമായിരുന്നു, ഒരു ബഹറായിരുന്നു, കടലായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികൾ, ശിഷ്യന്മാർ അദ്ദേഹത്തെ സംബന്ധിച്ച് പറഞ്ഞത്. ഇനി അദ്ദേഹത്തിൻ്റെ സ്വഹീഹ് എന്ന കൃതിയെ സംബന്ധിച്ച് പറയാം. സ്വഹീഹ് എന്ന് പറഞ്ഞ കൃതി, സ്വഹീഹ് ഇബ്നു ഹിബ്ബാൻ എന്നുള്ള പേരല്ല. നമ്മൾ പറഞ്ഞു സ്വഹീഹ് ഇബ്നു ഹിബ്ബാനും സ്വഹീഹ് ഇബ്നു ഖുസൈമയും ഒന്നും സ്വഹീഹുൽ ബുഖാരിയുടെയോ സ്വഹീഹുൽ മുസ്ലിമിൻ്റെയോ അരികത്തെത്തൂല. പക്ഷേ സ്വഹീഹുൽ ബുഖാരിയും സ്വഹീഹ് മുസ്ലിമും കഴിഞ്ഞാൽ പിന്നെ സ്ഥാനമുള്ളത് ചില പണ്ഡിതന്മാർ പറഞ്ഞു ഇബ്നു ഹിബ്ബാൻ്റെ സ്വഹീഹിനാണ്, ചില പണ്ഡിതന്മാർ പറഞ്ഞു ഇബ്നു ഖുസൈമയുടെ സ്വഹീഹിനാണ് എന്ന് പറഞ്ഞത് കാണാം. ചില പണ്ഡിതന്മാർ ഇതിന് മൂന്നാമതായി എണ്ണി. കാരണം ആ ഒരു ഗ്രന്ഥത്തിൻ്റെ സവിശേഷത കാരണം. ഈ സ്വഹീഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻറ്റയർ ഇതുവരെ പറഞ്ഞു വന്ന ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്ന് വിഭിന്നമാണ്, ഡിഫറൻ്റാണ്, മൊത്തത്തിൽ ഡിഫറൻ്റാണ് ഈ ഒരു ഗ്രന്ഥം. ഭയങ്കര രസമാണ് ഈ ഒരു ഗ്രന്ഥത്തിൻ്റെ ക്രോഡീകരണം തന്നെ. ഇബ്നു ഹിബ്ബാൻ ഈ ഒരു ഹദീസ് ഗ്രന്ഥത്തെ ക്രോഡീകരിച്ച രീതി തന്നെ നമ്മൾ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഇൻഷാ അല്ലാഹ് അതിനെ സംബന്ധിച്ച് നമുക്ക് പറയാം. കാരണം അതിൻ്റെ പേര് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത മനസ്സിലാവും. സ്വഹീഹ് ഇബ്നു ഹിബ്ബാൻ എന്ന പേരിലാണ് ഇത് അറിയപ്പെട്ടതെങ്കിലും യഥാർത്ഥത്തിൽ ഗ്രന്ഥകാരൻ ഇബ്നു ഹിബ്ബാൻ ഇതിന് നൽകിയ പേര് അൽ മുസ്നദ് സഹീഹ് അല തഖാസീമി വൽ അൻവാ. മുസ്നദ് സഹീഹ് എന്ന പേരാണ്. മുസ്നദ് ഇപ്പോൾ ജാമിഅ സഹീഹ് അൽ മുസ്നദ് എന്ന പേരിനാണ് സ്വഹീഹുൽ ബുഖാരിക്കും നമ്മൾ പറഞ്ഞു തന്നിരുന്നത്. എന്നാൽ മുസ്നദ് എന്നുള്ളതിന് വേറൊരു സവിശേഷത ഉണ്ട് മശാനിദുകൾക്ക്. പക്ഷെ സ്വഹീഹ് എന്ന ഗ്രന്ഥമാകുമ്പോൾ മുസ്നദുകളിൽ അതിനെ ഉൾപ്പെടുത്തൂല, സ്വഹീഹിൻ്റെ ശ്രേണിയിലാണ് ഈ ഗ്രന്ഥങ്ങൾ വരിക. അതിൻ്റെയൊക്കെ പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു പോയതുമായിരുന്നു. ഇവിടെ അൽ മുസ്നദ് സഹീഹ് അല തഖാസീം, ഖിസ്മുകളായിട്ട് അദ്ദേഹം ഒരു സ്വഹീഹിനെ വേർതിരിച്ചു. സ്വഹീഹ് എന്ന ഗ്രന്ഥങ്ങൾ, സ്വഹീഹ് എന്ന് പറഞ്ഞ ഹദീസുകളെ ക്രോഡീകരിച്ചു. ഇതുവരെ സ്വഹീഹ് ബുഖാരിയും സ്വഹീഹ് മുസ്ലിമും ഒക്കെ ഓരോ കർമ്മശാസ്ത്രപരമായിട്ട് കിതാബു സലാ, കിതാബു സിയാം, കിതാബു സക്കാത്ത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് എന്താണ് കിതാബുൽ അൽ ഫളായിലുൽ മദീന എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ക്രോഡീകരിക്കുന്ന ബാബുകളായിരുന്നെങ്കിൽ അല്ലെ, ആ ബാബിൻ്റെ പേരെന്നെ വായിക്കുമ്പോൾ ആ ഹദീസ് കൊണ്ടുണ്ടാവുന്ന തെളിവ് ആ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ അതിനെ തർത്തീബ് ചെയ്യാറുണ്ട്, തറാജിമ് ചെയ്യാറുണ്ടായിരുന്നു, ഹെഡിങ്ങൾ കൊടുക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇബ്നു ഹിബ്ബാൻ അങ്ങനെ ഹെഡിനുകൾ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഇതിനെ തർത്തീബ് ചെയ്തത് ഒരിക്കലും കിതാബു സലാ, കിതാബു തഹാറ അങ്ങനെ രീതിയിലല്ല ഇദ്ദേഹം ഇതിനെ കൊണ്ടുപോയത്. പ്രധാനമായും 5 ഖിസ്മുകൾ ഈ ഒരു പുസ്തകത്തിൽ കാണാൻ കഴിയും. 5 ഖിസ്മുകളാണ് ഈ പുസ്തകം എന്ന് പറയുമ്പോൾ. ആധുനികമായി ഇന്ന് നമുക്ക് ലഭിക്കപ്പെട്ട അതിൻ്റെ പ്രതികൾ നോക്കുമ്പോൾ അതിൽ തഹ്ഖീഖുകൾ വന്നതുണ്ട്. ഞാൻ പറയാം, ഇമാം ഇബ്നു ഹിബ്ബാൻ റഹ്മത്തുള്ളാഹി ഇതിനെ രചിച്ചപ്പോൾ 5 ഭാഗങ്ങളാണ് ഈ ഹദീസിന് അദ്ദേഹം കൊടുത്തത്, ഈ ഹദീസ് ഗ്രന്ഥത്തിൽ അദ്ദേഹം കൊടുത്തത്. ആ 5 ഭാഗങ്ങളിലും ഓരോരോ ഭാഗത്തിലും ഉൾപ്പെടുന്ന ഹദീസുകൾ അദ്ദേഹം ഇങ്ങനെ ക്രോഡീകരിച്ചു. ഒന്ന് അൽ അവാമിർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകളായിട്ട് വന്ന ഹദീസുകൾ ഉണ്ടാവും അല്ലെ. അമർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെങ്കിൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യഅമൽ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്ന ചില ഹദീസുകൾ ഉണ്ടാവും. കൽപ്പനകളാണ്, നബി ചെയ്യാൻ വേണ്ടി പറഞ്ഞ അവാമീറുകൾ, അതൊക്കെ ഒരു ഭാഗത്ത് കാണാൻ കഴിയും. രണ്ടാമത്തെ നവാഹി, നബി വിരോധിച്ച കുറേ ഹദീസുകൾ കാണാം. വിരോധിച്ച കുറേ കാര്യം, പ്രത്യേകിച്ച് ബൈഇലൊക്കെ. ബൈഇൻ്റെ അസ്ൽ എന്ന് പറഞ്ഞത് അല്ലെ നഹിയാണല്ലോ. ബൈ എന്ന് പറഞ്ഞ കച്ചവടത്തിൽ നമുക്ക് എന്തും ചെയ്യാം, പക്ഷെ റസൂലുള്ളാഹി വിരോധിച്ച് ചെയ്യാൻ പാടില്ല. എന്നാൽ ഇബാദത്തുകളിൽ ആണ് അസ്ൽ, ഒന്നും ചെയ്യാൻ പാടില്ല, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതേ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഈ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ ഇതിനൊക്കെ ഒരു തെളിവാണ്. നഹിയായ, പാടില്ല, നഹീഹേ പാടില്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ കുറേ കാര്യം മൻഹിയാത്തുകൾ ഉണ്ടാകും. അതൊക്കെ ഒരു ഭാഗത്തായിട്ട് ഹദീസുകളൊക്കെ ക്രോഡീകരിച്ചു. മൂന്നാമത്തെ ഇഖ്ബാറാത്ത്, റസൂലുള്ളാഹി അറിയിച്ചു തന്ന കുറേ വിവരങ്ങൾ ഉണ്ടാവും. പ്രവാചകന്റെ നുബുവത്തുമായി ബന്ധപ്പെട്ട്, ചരിത്രവുമായി ബന്ധപ്പെട്ട്, ഭാവിയിലുള്ള പ്രവചനങ്ങളുമായി ബന്ധപ്പെട്ട് വന്ന ഹദീസുകൾ, അതിന് മുഴുവൻ ഈ മൂന്നാമത്തെ ഖിസ്മിലും കാണാം. നാലാമത്തെ ഖിസ്മ് ഇബാഹാത്ത്, അനുവദിക്കപ്പെട്ട കുറേ കാര്യങ്ങൾ, അള്ളാഹുവിൻ്റെ റസൂല് അനുവദിച്ച് തന്ന കുറേ കാര്യങ്ങളുണ്ടാവും. ഹലാലായ സംഗതികളെ, അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഹദീസുകൾ മുഴുവൻ ആ ഭാഗത്ത് ക്രോഡീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെയ്തികൾ, പ്രവർത്തനം, അഫ്ആലുൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവർത്തിച്ച നബിയുടെ തിരുസുന്നത്തുകളെ ഒരു ഭാഗത്ത് മുഴുവൻ ഇങ്ങനെ ക്രോഡീകരിച്ചത് കാണാം. ഇങ്ങനെ 5ഓളം ഖിസ്മ, അതാണ് ആ പേരിന് അൽ മുസ്നദു സഹീഹ് അല തഖാസീമി വൽ അൻവാ. പിന്നെ ഇതിൽ ഈ 5 ഖിസ്മായിട്ടുണ്ടെങ്കിലും ഇതിന് 400ഓളം വിഭാഗങ്ങളായിട്ട് അദ്ദേഹം വിഭജിച്ചതായി നമുക്ക് കാണാൻ കഴിയും. അത് ഈ ഒരു ഹദീസ് ഗ്രന്ഥങ്ങളുടെ പ്രത്യേകതയാണ്. ഇത്ര സങ്കീർണമായി അല്ലെങ്കിൽ ഇത്ര ശാസ്ത്രീയമായി ഒരു ക്രോഡീകരണം ഹദീസ് ക്രോഡീകരണ ചരിത്രത്തിൽ നടന്നിട്ട് തന്നെയല്ല.
ഇങ്ങനത്തെ ഒരു കൃതി വേറൊരാളും എന്ത് ചെയ്തിട്ടില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ഏകദേശം 7491 ഹദീസുകൾ പിൽക്കാലത്ത് വന്ന പണ്ഡിതന്മാർ ഇതിനെന്ത് ചെയ്തിട്ടുണ്ട്, എണ്ണി തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ആവർത്തനങ്ങളൊക്കെ 7491. സ്വഹീൽ ബുഖാരിയിലൊക്കെ നമ്മൾ 6000 ചില്ലാനായെന്ന് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇതിലെന്താ കൂടുതൽ എന്ന് ചോദിക്കും. ഇത്രയും സ്വഹീഹായ ഹദീസ്, ഇത് മുഴുവൻ സ്വഹീഹാണല്ലോ. സ്വഹീൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും ഇല്ലാത്ത ചില സ്വഹീഹായ ഹദീസുകൾ ഈ ഗ്രന്ഥത്തിലുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇബ്നു ഹിബ്ബാൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. അതായത് ഈ സ്വഹീഹിന് വെച്ച നിബന്ധനകൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഒരു ഹദീസ് സ്വഹീഹാണെങ്കിൽ പ്രധാനമായി 5 നിബന്ധനകൾ ഹദീസ് നിദാന ശാസ്ത്ര പണ്ഡിതന്മാർ അതിന് വെച്ചിട്ടുണ്ട്, മുഹദ്ദിസുകൾ അതിന് കണക്കാക്കിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഓരോ മുഹദ്ദിസുകളും അവരുടേതായ ചില നിബന്ധനകൾ കൊണ്ടുവരും. അതല്ലെങ്കിൽ നിബന്ധനകളിൽ തന്നെ ചില ഇളവുകൾ ചിലപ്പോൾ ചില പണ്ഡിതന്മാർ സ്വീകരിക്കും. ഇബ്നു ഹിബ്ബാനെ സംബന്ധിച്ചിടത്തോളം റാവിമാരെ പറ്റി പറയുമ്പോൾ യോഗ്യനാകണമെന്നുള്ളൊരു അദിൽ ഉണ്ടാവണമെന്നുള്ള ഒരു നിബന്ധനയുണ്ടല്ലോ. ആ നിബന്ധനയിൽ ഒരു ചെറിയ തശാഹുൽ, ഒരു ചെറിയ ഒരു തശദ്ദുദില്ലാത്ത ഒരു കണിശത വെച്ച് പുലർത്താത്ത രീതിയിൽ ഇബ്നു ഹിബ്ബാൻ എന്ത് ചെയ്യാറുണ്ട്, പലപ്പോഴും പല റാവികളിൽ നിന്നും ഹദീസുകളെ രേഖപ്പെടുത്തി വെക്കാറുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഉസ്താദുമാരിൽ നിന്ന് നേരിട്ട് കേട്ട ഹദീസുകളെ അദ്ദേഹം അപ്പോഴാണ് അതിൻ്റെ പരമ്പരകളൊക്കെ പരിശോധിച്ച് അദ്ദേഹം അതിൽ രേഖപ്പെടുത്തി വെക്കാറുണ്ട്. പക്ഷെ എന്നാലും അതിൽ ഒരു ഇളവ് ചില റാവിമാരുടെ വിഷയത്തിൽ, ചില റിപ്പോർട്ടകന്മാരുടെ വിഷയത്തിൽ അദ്ദേഹം ഒരു തശാഹുൽ കാണിച്ചിരുന്നുവെന്ന് ഹദീസ് നിദാന ശാസ്ത്രത്തിൽ ഒരു പഠനം തന്നെ നടന്ന ഒരു വിഭാഗമാണ്, ഒരു മേഖലയാണ് ഇബ്നു ഹിബ്ബാന്റെ തശാഹുലുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ കണിശത വെച്ച് പുലർത്താത്തതുകൊണ്ട് ചില റാവിമാരിൽ നിന്ന് സ്വഹീഹായ ഹദീസുകൾ അദ്ദേഹം അതിൻ്റെ ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തി. അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ സ്വഹീഹുകളുടെ എണ്ണം വർദ്ധിക്കാൻ കാരണമായി എന്നാണ്. പിൽക്കാലത്ത് വന്ന മഹാപണ്ഡിതനാണ് അമീർ അലാഉദ്ദീൻ അൽ ഫാരിസി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം ഇമാം ഇബ്നു ഹിബ്ബാന്റെ ഈ ഒരു ഗ്രന്ഥത്തെ ഒരു കർമ്മശാസ്ത്ര രൂപത്തിൽ ക്രോഡീകരിച്ചു. അതിനൊരു കാരണമുണ്ട്. കാരണം ഇബ്നു ഹിബ്ബാന്റെ ഈ കൃതിയുടെ പ്രത്യേകത നമ്മൾ പറഞ്ഞ 5 ഭാഗങ്ങളായിട്ടാണല്ലോ ഈ ഹദീസുകൾ അദ്ദേഹം ക്രോഡീകരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ ഒരാൾ തിരഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിൽ നേരെ ആ ഗ്രന്ഥത്തിൽ ഈ ഭാഗത്ത് എടുത്തു നോക്കിയാൽ മതി. നബി വിരോധിച്ച കാര്യങ്ങളുടെ ഹദീസ് തിരയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോയി നോക്കിയാൽ 5 രൂപത്തിൽ അതിനെ ക്രോഡീകരിച്ചുകൊണ്ട് ആ ഒരു എളുപ്പമുണ്ട്. പക്ഷേ എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്ന് കർമ്മശാസ്ത്രപരമായി ഹുക്കുമുകൾ എടുക്കാൻ പലപ്പോഴും ഫുഖഹാക്കൾക്ക് ഒരു പ്രയാസം നേരിട്ടു. അപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ തന്നെ നബിയുടെ ഹദീസുകളിൽ നിന്ന് കർമ്മശാസ്ത്രപരമായ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ, വൈജ്ഞാനികമായ രൂപത്തിൽ അതിനുപയോഗപ്പെടുത്താൻ വേണ്ടി ഈ ഒരു ഗ്രന്ഥത്തെ സുനനിൻ്റെ രൂപത്തിൽ, അഥവാ കിതാബു സലാ, കിതാബു സിയാം എന്നിങ്ങനെ നിലക്ക്, കിതാബു സക്കാത്ത് എന്നിങ്ങനെ നിലക്ക് ഇതിലെ ഹദീസുകളെ വീണ്ടും ക്രോഡീകരിച്ചു കൊണ്ട് ഒരു പണിയെടുത്ത ആളാണ് മഹാനായ അമീർ അലാഉദ്ദീൻ അൽ ഫാരിസി റഹ്മത്തുള്ളാഹി അലൈഹി. ഇന്ന് നമ്മൾ അധികവും ആ ഒരു ഗ്രന്ഥമാണ് ഇബ്നു ഹിബ്ബാന്റെ ആ ഒരു ഗ്രന്ഥമായിട്ട് അധികവും ഉപയോഗിക്കലാണ്. അദ്ദേഹം അതിന് വേറെ പേരും കൊടുത്തു, അൽ ഇഹ്സാൻ ഫി തഖരീബി സ്വഹീഹ് ഇബ്നു ഹിബ്ബാൻ. അൽ ഇഹ്സാൻ ഫി തഖരീബി സ്വഹീഹ് ഇബ്നു ഹിബ്ബാൻ. ഏതായാലും ഇദ്ദേഹത്തെ സംബന്ധിച്ച്, ഈ കൃതിയെ സംബന്ധിച്ച് നമ്മൾ വല്ലാതെ നമ്മുടെ ഈ ഒരു പരമ്പരകളിൽ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇടയിൽ അതിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചത്. ഏതായാലും സ്വഹീഹുൽ ബുഖാരിയും സ്വഹീഹ് മുസ്ലിമും കഴിഞ്ഞാൽ പിന്നെ ഒരു സ്വഹീഹായി പണ്ഡിതന്മാർ പരിഗണിച്ചിരുന്ന ഒരു ഗ്രന്ഥമായിരുന്നു ഇബ്നു ഹിബ്ബാന്റെ ഈ ഗ്രന്ഥമെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഈ ഒരു ഗ്രന്ഥത്തിൽ സ്വഹീഹായ ഹദീസ് മാത്രമല്ല ഹസനായ ഹദീസുകളും നമുക്ക് കാണാൻ കഴിയും. ഹസൻ സ്വീകാര്യമായ രൂപത്തിൽ വരുന്ന, എന്നാൽ ഏതായാലും ആധികാരികമായൊരു വിജ്ഞാനീയ സ്രോതസ്സാണ് ഇബ്നു ഹിബ്ബാൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈ കൃതി എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇബ്നു ഹിബ്ബാൻ റഹ്മത്തുള്ളാഹി മരിക്കുന്നത് ഹിജ്റ 354-ലാണ്. ഹിജ്റ 354 ഏകദേശം ശവ്വാൽ മാസത്തിൽ അദ്ദേഹം ജനിച്ച നാട്ടിൽ തന്നെ ബുസ്ത് എന്ന് പറയുന്ന അഫ്ഗാനിസ്ഥാനിലെ ആ ഒരു പട്ടണത്തിൽ തന്നെയാണ് അദ്ദേഹം മരണപ്പെട്ടത്. 80-ലധികം വർഷം വിജ്ഞാനത്തിനായി അദ്ദേഹം ചെലവഴിച്ചു. ആ മഹാ മുസ്ലിം പണ്ഡിതൻ, മുസ്ലിം ഉമ്മത്തിന് ഒരുപാട് നന്മകൾ നൽകിയ മഹാപണ്ഡിതൻ, അദ്ദേഹം നൽകിയ ഓരോ സംഭാവനകൾ, ഈ ഒരു കൃതി മാത്രമല്ല ഒരുപാട് കൃതികൾ ഇബ്നു ഹിബ്ബാൻ റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസിൻ്റെ മേഖലയിൽ രചിച്ചതായി നമുക്ക് കാണാൻ കഴിയും. അതാണ് മഹാനായ ഇബ്നു ഹിബ്ബാനും അദ്ദേഹത്തിൻ്റെ സ്വഹീഹും വളരെ ചുരുക്കി പറഞ്ഞു എന്ന് മാത്രം. ഇനി ഇബ്നു ഹിബ്ബാൻ്റെ സ്വഹീഹിൽ നിന്ന് നമ്മളൊരു ഹദീസ് എടുത്ത് വായിക്കുകയാണ്. അത് മഹാനായ സ്വഹാബി സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസാണ്. സെയ്ദ് ഇബ്നു സാബിത്തിനെ ഇന്ന് തിരഞ്ഞെടുക്കാനുള്ള കാരണം നമ്മൾ ഉമ്മു സലമയെ സംബന്ധിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു ഉമറിനെയും ഉമർ ഖത്താബിനെയൊക്കെ പറ്റി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ ഫുഖഹാക്കൾ 4 ആളായിരുന്നു. 4 ഫുഖഹാക്കൾ എന്ന് പറഞ്ഞാൽ കർമ്മശാസ്ത്രപരമായി നല്ല വിജ്ഞാനമുള്ള ആൾ. ഉമർ റളിയല്ലാഹു അൻഹു അതിലുണ്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിലുണ്ട്, അക്കൂട്ടത്തിൽപ്പെട്ട ആളാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അക്കൂട്ടത്തിൽപ്പെട്ട ആളാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അക്കൂട്ടത്തിൽപ്പെട്ട ആളാണ് മഹാനായ സെയ്ദ് ഇബ്നു സാബിത്ത്. 4-മൻ ആയി സെയ്ദ് ഇബ്നു സാബിത്തിൻ്റെ പേര് പറയപ്പെടാറുണ്ട്.
ഫുഖഹ സഹാബ. സെയ്ദ് ബിൻ സാബിത്ത്, പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഖുർആനാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വരിക. ഏതായാലും അദ്ദേഹത്തെ പറ്റി പറയുന്നതിന് മുമ്പ് അദ്ദേഹം റിവായത്ത് ചെയ്ത ഹദീസിനെ വായിക്കാം. ഇബ്നു ഹിബ്ബാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, അഖ്ബറന അബൂ യഅല, അഖ്ബറന അബൂ യഅല. ഈ അഖ്ബറന, ഹദ്ദസന എന്നുള്ളതൊക്കെ ഹദീസ് വായനയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. ഖാല ലന, ഖാല എന്നൊക്കെ പറഞ്ഞതുപോലെ, സെമിഅതു, സെമിഅ എന്നൊക്കെ പറയുന്നത് പോലെ അതിനൊരു പ്രത്യേകതകളുണ്ട്. ഞങ്ങൾക്ക് അറിയിച്ചു തന്നു. അംബഅന എന്നൊക്കെ പറയാറുണ്ട്. ഇതേപോലെ അഖ്ബറന അബൂ യഅല, അബൂ യഅല അൽ മൂസിലി, അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനാണ്. ആ ഗുരുനാഥനിൽ നിന്നാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. അബൂ യഅല ആരാന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഖാല ഹദ്ദസന അബ്ദുല്ലാഹി ഇബ്നു മുഹമ്മദ് ഇബ്നു അസ്മാ ഖാല ഹദ്ദസന ജുവൈരിയ ഇബ്നു അസ്മാ. ജുവൈരിയ എന്ന് പറഞ്ഞാൽ ഈ പേര് ആണാണ് കേട്ടാ, സ്ത്രീയല്ല. സ്ത്രീകൾക്കും ജുവൈരിയ എന്ന പേര് നൽകാറുണ്ട്. തബഉ താബിഇയാൻ. അൻ നാഫി, നാഫി എന്ന് പറഞ്ഞാൽ മൗല ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. പക്ഷേ ഈ നാഫിയിൽ, ഈ ഹദീസ് നാഫിയിൽ നിന്ന് സെയ്ദ് ബിൻ സാബിത്താണ് റിവായത്ത് ചെയ്യുന്നത്. അൻ സെയ്ദ് ബിൻ സാബിത്തിൻ റളിയല്ലാഹു അൻ, സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല, അദ്ദേഹം പറഞ്ഞു, സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ തിരുദൂതർ പറയുന്നതായി ഞാൻ കേട്ടു. യഖൂൽ, തിരുദൂതർ പറയുന്നു, നല്ലറല്ലാഹു ഇംറഅൻ, ഒരു മനുഷ്യൻക്ക് അള്ളാഹു പ്രകാശം ചൊരിയട്ടെ. നളാറത്ത് എന്ന് പറഞ്ഞാൽ വുജൂഹി യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹ നാദിറ എന്ന് പറഞ്ഞ ആയത്ത് നമുക്കറിയാം അല്ലേ. അള്ളാഹു പ്രകാശം ചൊരിയട്ടെ, അള്ളാഹു അദ്ദേഹത്തിന് വിശുദ്ധി നൽകട്ടെ എന്നുള്ള അർത്ഥത്തിൽ പരിശുദ്ധി നൽകട്ടെ. ആർക്ക്? ഇമ്രാൻ, ഒരു മനുഷ്യന്. ആ മനുഷ്യന്റെ പ്രത്യേകത സമിഅ മഖാലതി ഫവആഹ, എൻ്റെ സംസാരത്തെ കേൾക്കുകയും അഥവാ നബിയുടെ ഹദീസുകളെ കേൾക്കുകയും, ഫവആഹ, എന്നിട്ട് അതിനെ മനസ്സിലാക്കുകയും. കേട്ടുപോയാൽ പോരാ, ഹദീസിനെ മനസ്സിലാക്കുന്നതിനെ സംബന്ധിച്ചുള്ള പ്രാധാന്യമാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത്. ഹദീസുകൾ കേൾക്കുന്നതിനെ സംബന്ധിച്ച്, ഹദീസുകൾ റിവായത്ത് ചെയ്യുന്നതിനെ സംബന്ധിച്ച്, ഹദീസുകൾ പഠിക്കുന്നതിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ ആവേശത്തിലായിട്ടാണ്. അള്ളാഹു പ്രകാശം ചൊരിയട്ടെ, അള്ളാഹു നന്മകൾ ജീവിതത്തിൽ സമ്മാനിക്കട്ടെ അല്ലേ. ഈ നല്ലറ എന്നുള്ളത് നമുക്ക് അതിന് വിശദീകരിക്കാം. എന്നിട്ട് ഈ കേട്ട കാര്യം, അതിനെ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയ കാര്യം, അതിനെ മറ്റുള്ളവരിലേക്ക് കേട്ട പോലെ തന്നെ നിർവഹിക്കുകയും ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്തവൻ്റെ മേൽ അള്ളാഹുവിൻ്റെ നദാറത്തുണ്ടാവട്ടെ, പ്രകാശമുണ്ടാവട്ടെ. എന്നിട്ട് അദ്ദേഹം റസൂലുള്ളാഹി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫറുബ്ബ ഹാമിലി ഫിഖ്ഹിൻ ഇലാ മൻ ഹുവ അഫ്ഖഹ മിൻഹു. എത്രയെത്ര അല്ലേ, കുറച്ച് വിവരമുള്ള ആൾക്കാർ, ഈ ഹദീസ് വായിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വലിയ അറിവില്ലെങ്കിലും ഹദീസുകളെ സംബന്ധിച്ച്, അത് കേട്ട ഹദീസിനെ സംബന്ധിച്ച് ആഴമേറിയ അറിവ് ചിലപ്പോൾ അത് റിവായത്ത് ചെയ്യുന്ന ആൾക്കുണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ പലരിൽ നിന്ന് ഹദീസ് കേൾക്കുമ്പോൾ അല്ലേ, കേട്ട ആൾക്ക് ചിലപ്പോൾ അതിൽ നിന്ന് മനസ്സിലാകാവുന്ന ഒരുപാടൊരു വിശാലത ഉണ്ട്. മഹാപണ്ഡിതന്മാരിലേക്ക് നമ്മൾ ചിലപ്പോൾ ഒരു ഹദീസ് റിവായത്ത് ചെയ്തു പോകും. ഇതേപോലെ ഒരു ഹദീസ് റിവായത്ത് ചെയ്ത ഒരാളിൽ നിന്ന് അയാൾക്ക് അത്ര അറിവില്ലെങ്കിലും ഇയാൾ എത്തിക്കുന്നത് മഹാ അറിവുള്ള ആളുകളിലേക്കാണ്. അഫ്ഖഹമിനു, തന്നെക്കാളും കർമ്മശാസ്ത്രപരമായി അറിവുള്ള ആളുകളിലേക്ക് ഇയാൾ ഹദീസിനെ എത്തിക്കുന്നു. റസൂലുള്ളാഹി പറഞ്ഞു, വറുബ്ബ ഹാമിലി ഫിഖ്ഹിൻ ലൈസ ബിഫഖീഹ്. ചിലപ്പോഴൊക്കെ അല്ലേ, ഈ എത്തിക്കുന്ന ആൾ അത്ര വലിയ ഫഖീഹ്, ജ്ഞാനിയാവൂല. ഹദീസിനെ സംബന്ധിച്ചുള്ള കർമ്മശാസ്ത്രപരമായ ഹുക്ം ഇസ്തിംബാത്ത് നടത്താൻ, തെളിവുകൾ ശേഖരിക്കാൻ പാകത്തിലുള്ള വിജ്ഞാനമുള്ള ആളാവൂല. പക്ഷെ എന്നാലും ഇയാളിൽ നിന്ന് ഇതിന് ഉപകാരമെടുക്കുന്ന ഒരുപാട് മഹാപണ്ഡിതന്മാരുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ വ്യാപിപ്പിക്കുവാൻ അല്ലെ, അറിവില്ലെങ്കിലും തനിക്ക് കിട്ടിയ അറിവിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ, നബിയുടെ ഹദീസുകളെ നന്നായി ശ്രദ്ധിച്ച് കേൾക്കുവാൻ, നബിയുടെ ഹദീസുകളെ നന്നായി പഠിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രചോദിപ്പിക്കുകയാണ്. അള്ളാഹിൻ്റെ നദാറത്ത് ഉണ്ടാവട്ടെ എന്ന് റസൂലുള്ളാഹി പ്രാർത്ഥിക്കാൻ. അള്ളാഹു പ്രകാശം ചൊരിയട്ടെ. നല്ലറല്ല എന്ന് പറഞ്ഞാൽ പ്രകാശം ചൊരിഞ്ഞെന്ന് മാളിയാണെങ്കിലും അവിടെ ഉദ്ദേശം അത് നബിയുടെ പ്രാർത്ഥനയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയാണ്. അള്ളാഹു അവർക്ക് പ്രകാശം കൊടുക്കട്ടെ, ഇഹത്തിലും പരത്തിലും പ്രകാശം കൊടുക്കട്ടെ എന്നുള്ള പ്രാർത്ഥന. ഹദീസ് പഠനത്തിൽ പല പണ്ഡിതന്മാരെയും സ്വാധീനിച്ചൊരു ഹദീസ് ആയതുകൊണ്ടാണ് നമ്മൾ ഇന്നത് തിരഞ്ഞെടുത്തത്. ഇത് റിവായത്ത് ചെയ്തത് ആരാണ്? മഹാനായ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരാൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഖുർആൻ ക്രോഡീകരണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹി എഴുതുന്ന എഴുത്തുകാരിൽ പ്രധാനിയാണ്, മദീനക്കാരനാണ്, ഖസ്റജ് ഗോത്രക്കാരനാണ്, അൻസാരികളിൽപ്പെട്ട ഖസ്റജ് ഗോത്രക്കാരനാണ് മഹാനായ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. മഹാവിജ്ഞാനം, നല്ല അറിവുള്ള, ഭയങ്കര ബുദ്ധിശക്തിയുള്ള പണ്ഡിതന്മാരിലുള്ള ഒരാളാണ് സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജറ വരുമ്പോൾ മൂപ്പരെ പ്രായം 11 വയസ്സാണ്. ബദർ യുദ്ധത്തിൽ പങ്കെടുക്കട്ടെ എന്ന് ചോദിച്ചു ചെറുപ്പത്തിൽ. 13ാമത്തെ വയസ്സെത്തുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം കൊടുത്തിട്ടില്ല.
അല്ലേ. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് പ്രായപൂർത്തിയെത്തിയപ്പോൾ കുറച്ച് വലുതായപ്പോൾ പല യുദ്ധങ്ങളിലും അദ്ദേഹം പങ്കെടുത്തു. എന്നാൽ ബദർ യുദ്ധത്തിൽ പ്രായക്കുറവ് കാരണം റസൂലുള്ള കൂടെ കൂട്ടിയില്ല, അനുവാദം കൊടുത്തില്ല എന്നാണ്. ഭാഷാപരമായി നല്ല ജ്ഞാനം ഉണ്ടായിരുന്നു. അറബി ഭാഷയിൽ മാത്രമല്ല, സുറിയാനി ഭാഷ, ഹിബ്രു ഭാഷ നന്നായി അറിയുന്ന ആളായിരുന്നു മഹാനായ സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹിനെ പഠിക്കാൻ വേണ്ടി പറഞ്ഞത്, ഹിബ്രു ഭാഷ പഠിക്കാൻ വേണ്ടി റസൂലുള്ള പറഞ്ഞത്. 15 ദിവസം കൊണ്ട് അദ്ദേഹം ഹിബ്രു ഭാഷ പഠിച്ചു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. നബിയുടെ പ്രാർത്ഥന ഉണ്ട്. പോരാത്തതിന് അദ്ദേഹത്തിൻ്റെ ബുദ്ധിശക്തിയും അദ്ദേഹത്തിൻ്റെ മികവും കഴിവും ഭാഷകളെ എന്തിനാ നബി അത് പറയാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, മറ്റു അന്യദേശങ്ങളിലേക്ക് കത്തെഴുതാനും അവരുടെ കത്തുകളെ വായിച്ചെടുക്കാനും ഒക്കെ ഉപകാരപ്രദമാകുന്ന തരത്തിൽ ആളുകളെ റസൂലുള്ളാഹിക്ക് ആവശ്യമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെറുപ്പത്തിലുള്ള ഇദ്ദേഹത്തിൻ്റെ ബുദ്ധികൂർമ്മതയെയും ഇദ്ദേഹത്തിൻ്റെ മികവിനെയും റബി ഉപയോഗപ്പെടുത്തിയത് അങ്ങനെയാണ്. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉപകാരപ്പെട്ടു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാത്തിബുൽ വഹയായി വഹയ് എഴുതി വെക്കുന്ന ഒരാളായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ നിയോഗിച്ചു എന്നുള്ളത് നമുക്കറിയാം. ഖുർആൻ ക്രോഡീകരണ ചരിത്രം വായിക്കുമ്പോൾ സെയ്ദ് ഇബ്നു സാബിത്തിൻ്റെ പേര് ഉന്നതമാൻ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ഖുർആനെ ക്രോഡീകരിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തില്ലാത്തൊരു ഏർപ്പാട് ഞങ്ങൾ ചെയ്യണോ എന്ന് പറഞ്ഞ് പിന്തിച്ചു നിന്നപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും തെളിവുകൾ ഉദ്ധരിച്ച് സെയ്ദ് ഇബ്നു സാബിത്തിനെ കാര്യം ബോധ്യപ്പെടുത്തി. സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുന്നു, അവിടെ കാണുന്ന ഒരു മല ഇളക്കി പറിച്ച് ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞാൽ ഞങ്ങൾക്കൊരു പ്രയാസം തോന്നുമായിരുന്നില്ല. പക്ഷേ അവിടെയും ഇവിടെയും പല മനുഷ്യ മനസ്സുകളുടെയും ഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഹദീസ്, അള്ളാഹുവിൻ്റെ വചനങ്ങളെ, കലാമുകളെ ക്രോഡീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരിച്ച ഉത്തരവാദിത്തമാണ്. വളരെ സൂക്ഷ്മതയിൽ ആ ഒരു ഭാരിച്ച ഉത്തരവാദിത്തത്തെ പരിപൂർണമായി അതിസുന്ദരമായ രീതിയിൽ പൂർത്തീകരിച്ചവനാണ് മഹാനായ സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയ ചരിത്രമാണ്. പിന്നീട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലും പലരും പല രീതിയിൽ വിശുദ്ധ ഖുർആനെ പാരായണം ചെയ്തപ്പോഴും അതിനെ ഒറ്റ മുസാഫാക്കി മാറ്റുന്നതിൽ ആ ഒരു ദൗത്യം ഏൽപ്പിച്ച പ്രധാന 4 പേരിൽ 4 പ്രധാനികളിൽ ഒരാൾ മഹാനായ സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ആയിരുന്നു എന്ന് നമുക്കറിയാം. സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഇൽമുൽ ഫറാഇൽ അഥവാ അനന്തരാവകാശ നിയമത്തിന് ഒരു വിപ്ലവം തന്നെയാണ് സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു നടത്തിയത്. നന്നായിട്ട് അനന്തരാവകാശത്തെ സംബന്ധിച്ചുള്ള വിജ്ഞാനം, ഇൽമുൽ ഫറാഇൽ, അത് അറിവിൻ്റെ പകുതിയാണെന്ന് റസൂലുള്ളാഹി പറഞ്ഞത്. അറിവിൻ്റെ പകുതിയാണ് അനന്തര അവകാശ നിയമങ്ങളെ സംബന്ധിച്ചുള്ള വിജ്ഞാനം, ഇൽമുൽ ഫറായിൽ. പരമാവധി പഠിച്ചു വെക്കണം അല്ലേ. പക്ഷെ ആദ്യം ഉയർത്തപ്പെടലും അതൊക്കെ ആയിരിക്കുമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയത് കാണാം. ഏതായാലും അതിൽ അതികായനായിരുന്നു മഹാനായ സെയ്ദ് ഇബ്നു സാബിത്ത്. അതുകൊണ്ടാണ് ഫുഖഹാക്കളുടെ കൂട്ടത്തിൽ അദ്ദേഹത്തെ എണ്ണിയത് എന്ന് നമുക്കറിയാം. സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു മരിക്കുന്നത് ഹിജ്റ 45-നാണെന്നും 55-നാണെന്നും പല അഭിപ്രായങ്ങൾ കാണാൻ കഴിയും. അദ്ദേഹം വഫാത്താകുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ സമൂഹത്തിലെ ഒരു വലിയ അറിവാണ് ഇന്ന് മണ്ണടിഞ്ഞിരിക്കുന്നത്. സമൂഹത്തിലെ വലിയൊരു അറിവാണ് മണ്ണടിഞ്ഞിരിക്കുന്നത്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് അത് പറയണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിജ്ഞാനത്തിൻ്റെ ആഴം, സെയ്ദ് ഇബ്നു സാബിത്തിൻ്റെ വിജ്ഞാനം എന്താണ് എന്ന് ഹബറുൽ ഉമ്മയായ നമ്മൾ ഇബ്നു അബ്ബാസിനെ പറഞ്ഞതല്ലേ, സമൂഹത്തിൻ്റെ പണ്ഡിതനായി വിശേഷിപ്പിക്കപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മനസ്സിലാക്കിയത് കൊണ്ടാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു ഒട്ടകത്തിൻ്റെ പുറത്ത് ഇങ്ങനെ സെയ്ദ് ഇബ്നു സാബിത്ത് നടന്നു പോകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികത്ത് നിന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പെട്ടെന്ന് ഓടി. എന്നിട്ട് ഈ ഒട്ടകത്തിൻ്റെ മൂക്കാറും പഠിച്ച് മുന്നിലൂടെ ഇങ്ങനെ നടന്നു. അപ്പോൾ സെയ്ദ് ഇബ്നു സാബിത്ത് ഒട്ടകപ്പുറത്ത് നിന്നിട്ട് ചോദിക്കുകയാണ്, നബി കുടുംബത്തിൽപ്പെട്ട ഒരാളാണോ എൻ്റെ ഒട്ടകത്തിൻ്റെ മൂക്കേറ് പിടിക്കുന്നത്? അത്ഭുതപ്പെട്ടിട്ട് അങ്ങനെ ചെയ്യണോ എന്ന് ചോദിച്ചപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അറിവുള്ളവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദരിക്കുവാൻ ഞങ്ങളോട് പഠിപ്പിച്ചത് ഇങ്ങനെയാണ് എന്നാണ്. നിങ്ങൾ അറിവുള്ള ആളുകൾ അദ്ദേഹം ആദരിച്ചതാണ്. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൈ എടുത്തുകൊണ്ട് സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ചുംബിച്ചു. എന്നിട്ട് പറഞ്ഞു, നബി കുടുംബത്തിലുള്ള ആളുകളെ സ്നേഹിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാണ്. ഇതൊക്കെ വിജ്ഞാനത്തിൻ്റെ പ്രാവർത്തിക തലങ്ങൾ അവരുടെ ജീവിതത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന സുന്ദര ഏടുകളാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് റഹ്മത്ത് ചൊരിയുമാറാവട്ടെ, അവരെ തൊട്ട് അള്ളാഹു തൃപ്തിപ്പെടുമാറാവട്ടെ. അതാണ് മഹാനായ സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. അദ്ദേഹം മഹാലോകത്തിന് സമർപ്പിച്ച ഹദീസുകൾ ധാരാളമുണ്ട്. ഒരുപാട് ഹദീസുകൾ സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിവായത്ത് ചെയ്തത് കാണാൻ കഴിയും. ഒരുപാട് ഹദീസുകൾ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ ഒരു ഹദീസ് പോലും അദ്ദേഹത്തിൻ്റെ ഒരു വലിയ അനന്തര സ്വത്തായിട്ടാണ് നമ്മൾ നിലനിർത്തി പോരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പഠിക്കുന്ന ആളുകൾക്ക് അള്ളാഹു നൽകുന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകുന്ന പ്രാർത്ഥന, നബ്ബറല്ലാഹ്, അള്ളാഹു പ്രകാശം ചൊരിയട്ടെ. നബിയുടെ പ്രാർത്ഥനയാണ്. എന്താ പ്രകാശം എന്നതുകൊണ്ട് ഉദ്ദേശം? ഹലാലും ഹറാമും തിരിച്ചറിയാനുള്ള ഒരു വെളിച്ചം ഉണ്ടാവും ജീവിതത്തിനൊരു വിശുദ്ധി ഉണ്ടാവും, ജീവിതത്തിലൊരു പരിശുദ്ധി ഉണ്ടാവും. ജീവിതത്തിൽ എപ്പോഴല്ലേ ആഖിറത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ അള്ളാഹു അയാളെ ഉയർത്തും.
ഏറ്റവും നല്ല നിലക്ക് ബർസഖിയായ ജീവിതത്തിൽ ഒരു പ്രകാശം ഉണ്ടാവും. ഇഹപര ജീവിതത്തിൽ തന്നെ നന്മകളിൽ നിറയാനുള്ള അവസരങ്ങൾ അള്ളാഹു നൽകുമെന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലുള്ള ഒരുപാട് സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുന്നത് അധികവും നബിയുടെ ഹദീസുകൾ പഠിച്ച ആളുകളായിരിക്കുമെന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ കേൾക്കാനും അത് പഠിക്കാനും നബിയുടെ ഈ ഒരു വർത്തമാനം നമ്മളെ പ്രചോദിപ്പിക്കുകയാണ്. അത് അറിവില്ലാത്ത ആളാണ് എന്ന് കരുതി ഹദീസുകൾ റിവായത്ത് ചെയ്യേണ്ട എന്നല്ല. ബല്ലിഗു അന്നി വലൗ ആയ, ഒരു ആയത്തെങ്കിലും എന്നിൽ നിന്ന് നിങ്ങൾ എത്തിക്കുക എന്ന് പഠിപ്പിച്ച റസൂലാണ്. റുബ്ബ ഹാമിലി ഫിഖ്ഹിൻ, അല്ലേ? ഈ അറിവില്ലാത്ത ആളുകൾ ഒരു പക്ഷേ അറിവുള്ളവരിലേക്ക് നബിയുടെ ഹദീസുകളെ എത്തിക്കും എന്ന് പറയുമ്പോൾ ആ അറിവുള്ള ആളുകൾ ഈ ഹദീസിനെ മനസ്സിലാക്കി ലോകത്തെ പഠിപ്പിക്കുമ്പോൾ ലോകത്ത് നടക്കുന്നൊരു വിപ്ലവം അതിവിശാലമാണ് എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വർത്തമാനങ്ങളിലെ ബർക്കത്ത്, അതിൻ്റെ നന്മ, അതിലെ എല്ലാവിധ വിശുദ്ധി, അതിലെ എല്ലാവിധ ഐശ്വര്യവും അത് സമൂഹത്തിൽ നിലനിൽക്കുമാറാവട്ടെ എന്നുള്ള നിലക്കാണ് ഇവരുടെ പുരുഷായുസ് മുഴുവൻ ചെലവഴിച്ചത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നബിയുടെ ഹദീസുകൾ ഇഷ്ടപ്പെടുന്ന, നബിയുടെ ഹദീസുകൾക്ക് കാതോർക്കുന്ന ഏറ്റവും നല്ല വിജ്ഞാനികളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.